എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരം തന്നെയാണ് കേട്ടോ. വീഡിയോയിൽ മൊത്തം ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ്. ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാവിലെ അത് താഴെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ ഉയരത്തിലാണ് എപ്പോഴും പ്ലാവ് ചക്ക കിട്ടാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കുറേ ചക്ക മിസ്സാകും, നമുക്ക് കിട്ടൂലേ, പറിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം താഴെ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇത് തേൻവരിക്ക ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് കുറച്ച് നടക്കുമ്പോഴത്തേക്കും കണ്ടത് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഇതാണ് കേട്ടോ. പൈനാപ്പിൾ കുറേയൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ, എല്ലാ കൊല്ലവും. അപ്പോൾ ഇത് പൈനാപ്പിൾ ഇങ്ങനെ മൂടി വെച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ കുറുക്കനും പന്നിയെല്ലാം ഉള്ള ശല്യമുള്ള സ്ഥലമാണിത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് രാത്രി വന്നിട്ട് അതെല്ലാം കടിച്ച് തുപ്പിയിടുവേ. കിളികളാണെങ്കിലും തിന്നും, കാക്ക ഇതൊന്നും വെച്ചേക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൈനാപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞ പാട് തന്നെ ഇങ്ങനെ കച്ചി ഉപയോഗിച്ചിട്ട് അതിൻ്റെ തലഭാഗം മൂടിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് പൈനാപ്പിൾ കിട്ടി കേട്ടോ. അത്യാവശ്യം മധുരമൊക്കെ ഉള്ള, നല്ല മധുരമൊക്കെ ഉള്ള പൈനാപ്പിളാണ്, നാടൻ പൈനാപ്പിൾ. നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, ചാണകവളം മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇത് മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതിന് നല്ല മധുരമാണ്. ഇനിയിപ്പോൾ 3-4 എണ്ണമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആവാനുണ്ടേ. അപ്പം അതാണ് നമ്മളിങ്ങനെ പൊത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ വിറക് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. വീടില്ല, ഇപ്പം മഴക്കാലം അല്ലേ വരാൻ പോകുന്നത്. അപ്പം മഴക്കാലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിറകുകളെല്ലാം നമ്മൾ ആലേൻ്റെ സൈഡിൽ ആണ് ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ അവര വിത്ത് കൊണ്ട് നട്ടിട്ടുണ്ടായതാണ്. അതിനി പടർത്തി നമ്മൾ വിടും. ഈ ആലിൻ്റെ സൈഡിൽ നമ്മൾ ചാണകമൊക്കെ ചാണകമൊക്കെ ഇവിടെയാണ് കൊണ്ട് ഡിപ്പ് ചെയ്യുന്നത്, ഈ സ്ഥലത്ത്. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ചാണകം നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മാറ്റിയിട്ട ചാണകമാണിത് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാണകമെല്ലാം ഇതിനകത്തുനിന്ന് കോരി ഒരു സ്ഥലത്ത് മാറ്റി. ഇത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഈ ചാണകം. ഇത് ശരിക്കും കൃഷിക്കൊക്കെ നല്ല വളമാണ് ഈ ചാണകം തന്നെ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ പശുക്കൾക്ക് വേണ്ട പുല്ലുകളും മറ്റുമൊക്കെ നമ്മൾ കിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ ഫുള്ള് ചാണകത്തിൻ്റെ വളവും എല്ലാം ഉള്ളതുകൊണ്ട് വെറുതെ കൊണ്ട് നട്ടാൽ മതി, നല്ലപോലെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറിച്ച് പുല്ലരിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. വലിയ പുല്ലെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തായിരുന്നു പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇനിയും കുറേ ഉണ്ടാവാനായിട്ട് കുറേ നട്ടിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇത് നമ്മൾ ചാണകം സൂക്ഷിക്കുന്ന വേറെ സ്ഥലമാണ് കേട്ടോ. ഇവിടെയും ചാണകം കൊണ്ടുവന്ന് ഇടാറുണ്ട്. ഇത് കമ്പോസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറുനാരകമൊക്കെ നട്ടിട്ടുണ്ട്. ചെറുനാരകം മാത്രമല്ല കേട്ടോ, വേറെ ഒരു സാധനം കൂടി ഞാൻ നട്ടിട്ടുണ്ട്. അത് ഓറഞ്ചാണ് കേട്ടോ. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ വിത്ത് മുളപ്പിച്ച് അങ്ങനെ വിത്ത് മുളപ്പിച്ച് നട്ടതാണ് കേട്ടോ. ഇത് ഓറഞ്ച് ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇങ്ങനെ ഓറഞ്ച് നടുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇവിടെ കുറച്ച് മാങ്ങയും ചക്കയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ. പക്ഷെ ഈ കുറുക്കനും പന്നിയൊക്കെ ഉള്ള സ്ഥലമാണ്, കുറച്ച് കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ. ഇതതിനോട് ചേർന്നിട്ടുള്ള പച്ചമുളക് കൃഷിയാണ് കേട്ടോ ഞങ്ങളുടെ. പച്ചമുളക് ഇതിന് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇത് ഇപ്പോൾ പച്ചമുളക് കുറവാണ്, എന്നാലും ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നത് ചേനയാണ്. ഇതിൽ നമ്മൾ നരയും കുമ്പളങ്ങ ഇതാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുല്ലാണ്, പശുവിൻ്റെ പുല്ല്. നരയും കുമ്പളങ്ങ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ 2 കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് അധികം സ്പേസ് ഇല്ല ആ ഭാഗത്ത്, അതുകൊണ്ട് അത് ഒത്തിരി പടർന്ന് കയറിയിട്ടില്ല. ഒരു കായ അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അത് ഒരുവിധം വലുതായി വരുന്നുണ്ട്. ഇത് വലുതായി കഴിയുമ്പോൾ നമ്മളതെടുത്ത് സൂക്ഷിക്കും കേട്ടോ.
ഇങ്ങനെ ഈ ചേന ഈ ഭാഗത്ത് തന്നെ കുറേ ഉണ്ടാവും. ഇതാണ് ആ വലിയതായ നരയൻകുമ്പളങ്ങ. ശരിക്കും ഇതൊരു മെഡിസിൻ എഫക്റ്റാണ് കേട്ടോ, ഈ നരയൻകുമ്പളങ്ങ എന്ന് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇതിനിടയ്ക്ക് കരിവേപ്പിലയുണ്ട്, ചേനയുണ്ട്, പച്ചമുളകുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഇടയിലുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഈ അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അധികം സ്പേസ് ഇല്ല അവർക്ക് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് വളം ചെയ്യേണ്ട, ഇത് എല്ലാം ആലേൻ്റെ സൈഡിലുള്ളതായതുകൊണ്ട് അതിന് തന്നെ വളമുണ്ട്. അതിൽ വളവും വെള്ളവും എല്ലാം ഇതിന് കിട്ടും. ഉണ്ടാവാൻ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ പശു അവിടെ നിന്നുണ്ട്, പുല്ലൊക്കെ തിന്നുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ നോക്കലാണ്, എന്താന്നുള്ള രീതിയിൽ അതിങ്ങനെ നോക്കലാണ്. അവൾ കാല് കുത്തിയിരിക്കുന്നത് നമ്മുടെ വെള്ളം കൊടുത്ത ബക്കറ്റിലാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവൾക്ക് വെള്ളം കൊടുത്ത ബക്കറ്റാണത്, അതിൽ കാല് കുത്തിയിട്ട് നിൽക്കലാണ്. ഇത് നമ്മുടെ അതിനടുത്ത് നമ്മൾ നട്ടിരിക്കുന്ന മൈലാഞ്ചി ചെടിയാണ് കേട്ടോ. ഇത് ഒരുപാട് മൈലാഞ്ചിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഇല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്ക് തലയിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ. നല്ല മൈലാഞ്ചിയാണ്, നല്ല ചുമപ്പ് കിട്ടും മൈലാഞ്ചിക്ക്. അങ്ങനെ ഞാൻ നടന്നു വന്നപ്പോൾ അമ്മ അവിടെ നിന്നുണ്ട് പശുക്കൾക്ക് വള്ളി പിന്നെ പുല്ലരിയുന്നുണ്ട്. പുല്ലരിയുന്നല്ല, വള്ളി. ഈ വള്ളി വാരവള്ളി എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ. ഇത് പശുക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കൊടുത്താൽ പശുക്കൾ നല്ലപോലെ കഴിക്കും കേട്ടോ. അപ്പോൾ അമ്മ അതവിടെ ഇരുന്നുണ്ട്. ഇത് കുറ്റിക്കാടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് പണിയുണ്ട് അത് എടുക്കാനായിട്ട്, പറിച്ചെടുക്കാനായിട്ട്. അമ്മ അതവിടെ നിന്നിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറപ്പാണ് എൻ്റെ വള്ളിക്ക് കേട്ടോ. അത് അമ്മ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അത് എന്തായാലും അത് കിട്ടും. കുറേ ഉണ്ട് ആ ഭാഗത്ത്. അത് ഇവിടെ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ പശുവിനെ കെട്ടിയിട്ടുണ്ട്. ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത് കേട്ടോ. ഇതാണ് നേരത്തെ കാണിച്ച പശുവിൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് ഇവളുടെ മോളാണത് ആ ബാക്കിൽ കെട്ടിയിരിക്കുന്നത്. അവളും വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കലാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ ഓർത്തിട്ട്. ഇതിൻ്റെ സൈഡാണ് നമ്മുടെ പച്ചക്കറി കൃഷിയുള്ളത് കേട്ടോ. ഇപ്പം എല്ലാം ഒരുമിതം തീരാനായി കേട്ടോ. ഇപ്പോൾ കുറഞ്ഞു. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഉള്ള കൃഷിത്തോട്ടാണ്, നെൽവയൽ കൃഷിയാണ് കേട്ടോ. ഇവിടെ ഇപ്പം നെല്ലാക്കിയിട്ടില്ല. ഇതിനിടയ്ക്ക് റോബസ്റ്റയും എല്ലാം വാഴത്തോട്ടത്തിലുണ്ട് കേട്ടോ. റോബസ്റ്റേ, ഏത്തയും എല്ലാം ഉണ്ട് ഈ വാഴ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുട്ടി ബ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ, ബൈ ബൈ.